ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിത്തീരേണ്ടതായിട്ടുണ്ടെങ്കിലോ മാത്രമേ നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുള്ളൂ. ഇതേ കാര്യം തന്നെ നിങ്ങൾ പല പ്ലേസിൽ നിന്ന് പല സമയത്ത് പല സിറ്റുവേഷനിൽ നിങ്ങളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വീണ്ടും നിങ്ങൾ ഇതേ മെസ്സേജ് തന്നെ എൻ്റെ റീഡിങ്ങിലൂടെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഗൈസ് ട്രസ്റ്റ് മീ, ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫർമേഷനായിട്ട് റീഅഷ്വറൻസ് ആയിട്ട് ഫ്രം ദി ഡിവൈൻ യൂണിവേഴ്സിൽ നിന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൺഫർമേഷനായിട്ട് എടുക്കേണ്ട ഒരു കാര്യം. യെസ്, ഈ കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. യെസ്, ഇത് നിങ്ങൾക്ക് കൺഫേം ചെയ്യുന്ന ഒരു കാര്യമാണ്. യെസ്, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആയിത്തീരുക എന്നുള്ളത്. സോ ലെറ്റ്സ് സീ. നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും എന്നെ ഓൾറെഡി ഫോളോ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾ കേട്ടോ. ഇത് നിങ്ങൾക്കുള്ളതാണ്. ഇത് നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സ് പറയുന്ന ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വാക്കുകളാണ്, കൺഫർമേഷനാണ്. സോ ലെറ്റ്സ് സീ, ജസ്റ്റ് ടേക്ക് വൺ ഹാർട്ട് ആൻഡ് കുറേ മെസ്സേജസ് ആൻഡ് സീ ഗൈസ്. സീ, ലവ് ബിഗിൻസ്. നിങ്ങളുടെ ലൈഫിൽ ഇനിയാണ് സ്നേഹം ആരംഭിക്കാൻ പോകുന്നത്. ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ബട്ട് ഇനിയാണ് നിങ്ങൾ സ്നേഹം എന്താ എന്നുള്ളത് അറിയാൻ പോകുന്നത്. അത് റൊമാൻറ്റിക് ലൈഫ് എന്ന് മാത്രം എന്നുള്ളതല്ല, പല രൂപത്തിൽ പല ഭാവത്തിൽ പല ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഒരു റിയൽ കണക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ നിങ്ങളുടെ ആളുകളെ കണ്ടെത്താൻ പോവാണ്, നിങ്ങളുടെ ട്രൂ ലവ് കണ്ടെത്താൻ പോവാണ്. ആൻഡ് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. എസ്പെഷ്യലി നിങ്ങൾ ഈ ഒരു സമയം സ്നേഹം കൊണ്ട് സ്നേഹിച്ചു പോയതിൻ്റെ പേരിൽ ഒരുപാട് സങ്കടം വിഷമമൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇനി എന്താണ് എൻ്റെ ലൈഫിൽ, ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എൻ്റെ ലൈഫിൽ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് എ ഡബിൾ കൺഫർമേഷൻ. നിങ്ങൾ സ്നേഹം കൊണ്ട് നിങ്ങൾ വിജയിക്കാൻ പോകുന്ന ആളുകളാണ്, ഒരുപാട് സ്നേഹം സമ്പാദിക്കാൻ പോകുന്ന ആളുകളാണ്. സോ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിച്ച് പോയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ഗായ്സ്, നിങ്ങൾ വിൻ ചെയ്യാൻ പോവാണ്. ഇറ്റ്സ് ഓക്കെ. ലൈക്ക് മേ ബി നിങ്ങൾ റൈറ്റ് ആയിട്ടൊരു പ്ലേസിലല്ല അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. മേ ബി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുള്ള ആളുകളോ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ആളുകളോ മേ ബി അതായിരിക്കാം അവരുടെ ലൈഫിൻ്റെ പേർപ്പസ്. അല്ലെങ്കിൽ അവർ നിങ്ങളെ ഡിസേർവ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല. റൈറ്റ്? സോ ലൈഫാണ്, ലൈഫ് മുന്നോട്ട് പോകണം. ഇത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നാളെ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയല്ല. നാളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നതും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റിച്ച് ആയിട്ട് തോന്നുന്നതും സ്നേഹം കൊണ്ടാണ്, ആളുകളെ കൊണ്ടാണ്. നിങ്ങൾക്ക് അത്ര കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, അത് നിങ്ങളുടെ പ്രൊഫഷണലി ആയിക്കോട്ടെ, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, സൗഹൃദത്തിൽ വരുന്ന സമയത്ത്, ഫാമിലിയിൽ വരുന്ന സമയത്ത് സ്നേഹം കൊണ്ട് നിങ്ങൾ ഒരുപാട് സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ആൻഡ് സീ, ഇവിടെ കുറച്ച് കാർഡ്സ് ഇങ്ങനെ ടെംപ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് പുറത്തേക്ക് വരാൻ. സോ ലെറ്റ്സ് ടേക്ക് ഇറ്റ്. റെക്കഗ്നേഷൻ. റൈറ്റ് ആയിട്ടുള്ള ആളുകൾ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജാണ്. റൈറ്റ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ആളുകൾ നിങ്ങളെ കണക്ട് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾ ഒരിക്കലും ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങളുടെ സ്നേഹം നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യരുത്. അതിൻ്റെ ഒരു ലൈറ്റ് നിങ്ങൾ ഫേഡ് ചെയ്യരുത്, ഓഫ് ആക്കരുത്. ബിക്കോസ് നിങ്ങൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രൂ ലവ്, നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ആളുകൾ, നിങ്ങളുടെ റൈറ്റ് പേഴ്സൺ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന ഒരു നിമിഷത്തിലേക്കാണ് വരുന്നത്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ലൈഫിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്സ്, മാരേജ്, റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത്. ആൻഡ് യെസ്, നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് ആക്ച്വലി നിങ്ങൾക്കൊരു വെയിറ്റിംഗ് ഗെയിം പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു വലിയൊരു കാത്തിരിപ്പിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കണം. മേ ബി നിങ്ങൾക്ക് വരും, ചിലത് അടുത്ത് വരും, പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഹോപ്പ് ഇല്ലാണ്ട് പോകുന്നുണ്ടായിരിക്കണം, അല്ലേ? ചില കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി കാണുന്നുണ്ടായിരിക്കണം, ബട്ട് സ്റ്റിൽ അതിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അത് അകലത്തിലേക്ക് പോകുന്നുണ്ടായിരിക്കണം. റൈറ്റ്? ഓൾമോസ്റ്റ് സംഭവിക്കാൻ പോകാണെന്ന് തോന്നും, ബട്ട് എന്തൊക്കെയോ ഒരു ഡിസ്റ്റൻസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെയാണ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ? സോ ട്രസ്റ്റ്. മിറാക്കിൾസിന് ഏത് സമയത്തും സംഭവിക്കാൻ സാധിക്കും. അങ്ങനെയാണ് യൂണിവേഴ്സിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. സിറ്റുവേഷൻ മാറാൻ സെക്കൻഡ്സ് മതി. നമുക്ക് എത്ര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഒരു കാര്യം, ഇമ്പോസിബിൾ ആയിട്ട് തോന്നുന്ന കാര്യം എന്നൊക്കെ പറയുന്നത് യൂണിവേഴ്സിന് ഇങ്ങനെയുള്ള ഒരു സെക്കൻഡ്സിൽ മാറ്റി മറിക്കാൻ പറ്റുന്ന കാര്യമാണ്. സോ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഈ ഒരു സമയത്തുണ്ടെങ്കിൽ ഗൈസ്, അതിനോടൊക്കെ ടാറ്റ ബൈ ബൈ പറയാം. ആൻഡ് ബി പ്രിപ്പയർഡ് ഫോർ ദിസ്
great event in your love life.